അനുജ കഴിഞ്ഞ ആഴ്ചയെ ആ അനുജയുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നായിരുന്നു? ഒരു ആന വന്നു. ആന വന്നു. എവിടെ നിന്ന് വന്നു? ഗുരുവായൂർ ചെന്താമരാക്ഷൻ. സാറ് കഴിഞ്ഞ ദിവസം എന്റെ വീട് കാണിച്ചല്ലോ. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഗുരുവായൂർ ചെന്താമരാക്ഷൻ ലാൻഡ് ചെയ്തു. ആന പൊളിച്ചോ? വീട് ഇല്ല, ആന വീട്ടിൽ വന്നു. ഇപ്പൊ അവൻ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടുത്തെ ഉത്സവത്തിന് വന്നതാണ്. വിശ്രമം എന്റെ പറമ്പിലാണ്. നിലവിൽ അവൻ അവിടെ ഉണ്ട്. അവന് വേണ്ടി ഗേറ്റ് തുറന്ന് കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളോട് എത്തിച്ചോ? ഭക്ഷ്യവസ്തുക്കൾ അവര് ഞാൻ ഇന്നലെ പൈനാപ്പിൾ ഒക്കെ മേടിച്ചു കൊടുത്തു. അപ്പൊ നമ്മളുടെ ക്യാമറമാൻ അതുവഴി പോയപ്പോഴേ അതൊന്ന് ചീകി എടുത്തായിരുന്നു ഈ ദൃശ്യം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്തേ. ഈ അനുജയുടെ ഈ വീട്ടിൽ വേറെ ആരും താമസിക്കുന്നില്ലേ? ആരുമില്ല, അടച്ചിട്ടേക്കുന്ന. അന്ന് കഴിഞ്ഞ ആഴ്ച കാണിച്ച വീടാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരല്ലേ? അതെ അതെ. മറ്റേ ആൾ എവിടെ? അപ്പോ എറണാകുളത്തുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നു. അധ്യാപികയാണ്. അതെ അതെ, അധ്യാപികയാണ്. വാർത്തയിലേക്കൊന്നും തിരിഞ്ഞില്ല? ഇല്ല, എഞ്ചിനീയറിംഗിനാ പോയത്. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ പോയി. വാർത്ത ഉണ്ടാക്കാറില്ല. ഇല്ല. ഓക്കെ, നമുക്കൊരു കാര്യം ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. വാർത്ത വരുമോ നോക്കട്ടെ. അയ്യനു, എനിക്ക് നേരിട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില കാരണങ്ങളാൽ വരാൻ സാധിച്ചില്ല. ഏതായാലും ഇങ്ങനെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് അഞ്ജന എന്നാണ്. ഞാൻ അനുജയുടെ ജ്യേഷ്ഠ സഹോദരിയാണ്. ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ അനുജ നല്ല കൃത്യമായിട്ട് മലയാളം പറഞ്ഞത് അഞ്ജനയാണ് അല്ലേ? നല്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ എത്ര വയസ്സ്? ചേച്ചിയാണോ അനീതിയാണോ? ചേച്ചിയാണ്. 2 വയസ്സ്. നിങ്ങൾ നിരന്തരം ബന്ധമുണ്ടോ? കാണാറുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സാർ കാണാറുള്ളൂ. സത്യത്തിൽ എറണാകുളത്തുണ്ട്, പക്ഷെ കാണലൊക്കെ കുറവാണ്. അതെന്താ സംഭവിക്കുക? ഈ എറണാകുളത്ത് തന്നെ താമസിക്കുന്ന ഒരു ചേച്ചി അനിയത്തി. അല്ല, ഒന്ന് എന്റെ ഈ ഡ്യൂട്ടി സമയമൊക്കെ വേറെ ആയോണ്ടേ അവർക്ക് കൃത്യമായ ഒരു ഫിക്സ്ഡ് ഒരു ടൈം ആണല്ലോ. എനിക്ക് അങ്ങനെ അല്ലാത്തതുകൊണ്ട് പണ്ട് രാമനടി എന്ന തമിഴ് സിനിമ കാണിച്ചോല. ഭാര്യയ്ക്കും ഭർത്താവിനും ഷിഫ്റ്റാണ്. ഭർത്താവ് വീട്ടിൽ വീഴുന്നത് ഭാര്യയ്ക്ക് ഷിഫ്റ്റ് തുടങ്ങും. അവർ ട്രെയിനിൽ വെച്ചാ കാണുന്നത്. അവരിങ്ങനെ കൈ കാണിക്കുന്നതല്ലേ, കാണാൻ പറ്റുന്നില്ല അല്ലേ? അതിലൊരു വിഷമമുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാക്കി കാണും. ഇപ്പൊ ഞങ്ങളൊരു കുടുംബ മേളയൊക്കെ ഉണ്ടായിരുന്നു, അതിനാണ് ലാസ്റ്റ് കണ്ടത്. 2 മാസമായി. അപ്പോൾ യഥാർത്ഥത്തിൽ ചേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷേ ചേച്ചി അത് ചോദിക്കുന്നില്ല എന്ന് വെച്ചെന്ന് പറയാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊന്ന് ചോദിക്കാം, ചേച്ചിയോടൊന്ന് ചോദിക്കാം എന്തായാലും. അപ്പോൾ ഈ സ്ഫുടമായിട്ട് മലയാളം പറയുന്ന ആളാണ് അനുജ. അഞ്ജലി ചേച്ചി അങ്ങനെ തന്നെയാണോ? സാംബിയയിൽ ജനിച്ചത് അനുജയാണ്. ഞാൻ ജനിച്ചത് ഇവിടെയാണെങ്കിലും എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അവിടെ പോയതാണ്. ഞാൻ അവിടെ സ്കൂളിൽ പഠിച്ചതുമാണ്. 3ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും മലയാളം വീട്ടിൽ വെച്ച് തന്നെ അമ്മയും അച്ഛനും 2 പേരും വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അത് അക്ഷരസ്ഫുടതയോടുകൂടി തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും നാട്ടിൽ വന്നിട്ടാണെങ്കിലും മലയാളം മീഡിയത്തിൽ പഠിച്ചെങ്കിലും മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷേ അതിന് മുമ്പ് ജോയിൻ ചെയ്തപ്പോഴാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മലയാളം അത്ര നന്നായിട്ട് വീട്ടിൽ തന്നെ പഠിപ്പിച്ചിരുന്നു. ഈ അനുജ കുറച്ച് കണിശക്കാരിയാണ് കേട്ടോ, കുറച്ച് കടുപ്പം കൂടുതലാണ്. അപ്പോൾ പണ്ടേ ഇങ്ങനെയാണോ സ്വഭാവം? പണ്ടേ അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ടെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് വരണമെന്ന് തന്നെ വളരെ ആഗ്രഹം ഉള്ളയാൾ തന്നെയാണ്. പട്ടാളം അല്ല, ഇനി രഹസ്യമായിട്ടൊരു ചോദ്യം ചോദിക്കാം, അത് പുറത്ത് പറയരുത്. ഈ അനുജ മുടയാണോ? മുട എന്നുള്ള വാക്കൊക്കെ ന്യൂജൻ കടുത്ത പ്രയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ വാശി ഉണ്ടായിരുന്നു. വാശി ഒരു പൊതുവെയുള്ള നേച്ചർ തന്നെയാണ്. ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കുക എന്നുള്ള ആ ഒരു വാശി ഉണ്ടായിരുന്നു. അതല്ലാതെ മുട എന്നുള്ള രീതിയിലേക്കൊക്കെ അതിനെ പറയാമോ എന്ന് എനിക്കറിയില്ല. അതൊരു കടുത്ത പ്രയോഗമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. മറ്റ് മുട
ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കുട്ടിക്കാലത്താണെങ്കിലും. അതിൻ്റെ അത്രയും കടുത്ത പ്രയോഗം എനിക്ക് അത്രയും അറിയില്ല പറയാൻ. അതാണ് ഓക്കെ അനുജ. അപ്പൊ സാർ അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. ഇല്ല, ഞാൻ വിചാരിച്ചെന്നറിയോ, ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നിങ്ങൾ ആഫ്രിക്കയിൽ എത്ര കാലം ഒന്നിച്ച് ജീവിച്ചവരാ? ഞങ്ങള് സാംബിയയിലാണ് ഞാൻ ജനിച്ചതൊക്കെ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ അധ്യാപകനായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം നാട്ടിൽ വന്ന് വീണ്ടും അച്ഛൻ നൈജീരിയയിൽ പോയി. അപ്പൊ അവിടെയും ഞാൻ പോയി, അവിടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ ഞാൻ 11 വയസ്സ് ഉള്ളപ്പോഴാണ്. ആഫ്രിക്കയിൽ വെച്ച് നിങ്ങൾ ഇതിലും കൂടുതൽ തവണ കാണുമായിരുന്നു. അല്ല, ഞങ്ങൾ ഇപ്പൊ ഈ എന്റെ ഒരു വർക്ക് പാറ്റേൺ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോ അവിടെ ഷിഫ്റ്റ് ഇടുന്ന ഗോപി ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി ആഴ്ചയിൽ ഒരു ഷിഫ്റ്റ് കാണാനായിട്ട് ഇട്ടേക്കുക.